Hi all, welcome back to our channel Chimini Vlog. എന്തൊക്കെ കാണണം എന്റെ ശിവനി. വ്ലോഗിംഗ് ആണോടാ? ഞാൻ ഭയങ്കര വ്ലോഗിങ്ങാ. എന്തൊക്കെ കാണണം. എന്റെ ഇവാൻഷി അനു വണ്ടി ഓടിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങള് കണ്ടുമുട്ടി വീണ്ടും. ഈശ്വര ഏതൊരു അമ്പലത്തിന്റെ ആർച്ചിക്കൂടെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി തെണ്ടി തിരിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അൻഷിയല്ല വണ്ടി ഓടിക്കുന്നത്, അനുവാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ വ്ലോഗിലേക്ക് നോക്കാനൊന്നും പറഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റണ്ടാവില്ല. കാരണം കണ്ണെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയി കിടക്കും. അവിടെ എന്റെ കൊച്ചു സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. അതുപോലെ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നല്ല മഴ മൂടലൊക്കെ വരുന്നുണ്ട്. ഇവാൻഷിയന് വണ്ടി ഓടിക്കുന്നുണ്ട്. ഇത് തന്നെ, ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളിങ്ങനെ ഇപ്പൊ കുറെ ആയിട്ടോ കണ്ടിട്ടൊക്കെ. അല്ല, നമ്മൾ എപ്പോഴും കണ്ടോണ്ടിരുന്നതായിരുന്നു, വെറുപ്പിച്ചോണ്ടിരുന്നതാണ്. അതെല്ലാവരും കണ്ടിട്ടാന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് പറ്റുള്ളൂ പണ്ടത്തെ പോലെ മീറ്റ് ചെയ്യാനൊന്നും. പക്ഷെ ഇന്ന് ഞങ്ങൾ കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് ഈ ഒരു ദിവസം പ്ലാൻ ചെയ്തപ്പോ അൻഷി ഫോണും എടുക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോ വിളിക്കാണ്ട് പോവാണ്. ഇനിയിപ്പോ അവിടെ ഉണ്ടാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഇതുവഴി തന്നെ ഇറങ്ങി പോവാം. അപ്പൊ ഞങ്ങള് വണ്ടി നിർത്തിയിട്ട് നോക്കാം. ബാക്കി വിശേഷങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒന്നിച്ചതിന് ശേഷം വരുന്നതായിരിക്കും. അതെ, ഫോൺ കിടന്ന് കുലുങ്ങുക. ഓക്കെ, അങ്ങനെ കണ്ടു കിട്ടി ഈ ഒരു മുതലിനെ. നോക്ക്, ഇവളുമാരൊക്കെ മേക്കപ്പ് ചെയ്ത് പുട്ടി അടിച്ച് വന്നിരിക്കുന്നു. നാച്ചുറലാണ്. ഇപ്പൊ ഞങ്ങള് പണയാണ്. ബ്യൂട്ടി ഒന്നും അല്ല, മുഖത്തൊക്കെ ഇപ്പൊ കുറച്ച് പിമ്പിൾസ്. ഞങ്ങൾ വിളിച്ചാലും ഫോൺ എടുക്കില്ല. ഞങ്ങളെ പറ്റി ഒരു അന്വേഷണവും ഇല്ല. ഞങ്ങളെ കാണണമൊന്നും ഇല്ല. പണ്ടൊക്കെ ട്രിവാൻഡ്രം വന്ന അങ്ങനെയൊന്നുമല്ല. നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഇങ്ങോട്ടും കൂടെ കാണിക്കുമ്പോൾ നമ്മൾ തിരിച്ചു വെക്കാം. അപ്പൊ അത് ചെറിയ സ്റ്റാറ്റസുകളുടെ സാധനങ്ങളാണെന്ന് തോന്നുന്നു. നമ്മളെല്ലാവർക്കും ഒരുപാട് അവൈലബിൾ. ഇത്തവണത്തെ ഷൂട്ടിന് പോയതിനു ശേഷം ഭയങ്കര മോഡയായിട്ടാണ് അൻഷിത തിരിച്ച് ട്രിവാൻഡ്രം. കുറച്ച് തിരിച്ചറിവുകളാണ് എന്റെ മാറ്റങ്ങൾ. പെട്ടെന്ന് കിട്ടിയ തിരിച്ചറിവ്. കഴിഞ്ഞ പോകുന്ന വരെ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആണെന്റെ മുറി പഠിച്ചത്. ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ അല്ലടാ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് വലിയ ജാടയും മറ്റൊന്നും വന്നിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് രൂപം പോലെയൊക്കെ കാരണവന്മാരായിട്ടുള്ളത്. രൂപമൊക്കെ അത് തന്നെ. മറ്റേ ഞങ്ങള് വിളിക്കായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. താഴെ ഇട്ടത് പോരാ. ഇവര് രണ്ടുപേരും ഇപ്പൊ ജിമ്മാണ്. ഒരുമാതിരി ശവത്തെ കുത്തുന്ന ഫീലാണ് എനിക്ക് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ രണ്ടുപേരും വണ്ടി ഓടിച്ച് സ്വന്തം വണ്ടിയിൽ വരുന്നു. ഞങ്ങൾ കാർ ഓടിക്കുന്നു, പിന്നെ മെലിയുന്നു എന്നൊക്കെ പറയാനില്ല. എന്തായാലും ഇവര് രണ്ടുപേരും ഭയങ്കര പ്രഹസനാണ് ഇപ്പൊ. പക്ഷെ ഇവള് പ്രഹസിപ്പിക്കുന്നത് ഡ്രസ്സ് ഇട്ട് ഞങ്ങളെ കാണിച്ചാണ്. അതായത് ഞങ്ങൾ പോലും ഇല്ലാത്ത പല, ഞങ്ങൾ ഇടാത്ത, എന്റെ ജീവിതത്തിൽ ഞാൻ ഇടില്ല, അത് വേറെ കാര്യം. ജിൽ ജിൽ ജിഗാണ്ടി ഇപ്പൊ ഇട്ടിരിക്കുന്ന പോലെ ഈ ഡ്രസ്സ് പോലെ ഞാൻ ഇടില്ല. നോക്കൂ ഗൈസ്, കാണിക്കടിന്റെ ജിഗാണ്ടി ഡ്രസ് ഇട്ട് നടക്കുന്നവളാണ് ഇവൾ. ഫോട്ടോ എടുത്തായിരുന്നു കേട്ടാ, അതിനായിട്ടുണ്ട് വന്നത്. മനസ്സിലായില്ല എന്തിനാ വന്നത്. എല്ലാം ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ. പക്ഷെ നമ്മള് കൊറേ നാള് കൂടിയാണ് ഇങ്ങനെ ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ തൊട്ട് ഞങ്ങളൊരു വലിഞ്ഞു കാണുന്നത് കുറവായി. കാരണം ഞങ്ങൾക്ക് താല്പര്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിലേക്ക് ഒരു ആണിനെ കൊണ്ടുവരാൻ താല്പര്യം. അതുകൊണ്ട് ഞങ്ങൾ ഇവളെ ഞങ്ങൾ നൈസായിട്ട് ഒഴിവാക്കി. കാരണം ഇവളെ എവിടെ പല ചേക്കോന്ന് പറഞ്ഞത്. ഞങ്ങള് നീ സിംഗിൾ അല്ല, ഓക്കെ. അതിലെങ്കിലും എനിക്ക് അരിച്ച് ഒറ്റപ്പെടുത്താൻ പറ്റില്ലോ. മറ്റൊരല്ല ഇവർ രണ്ടായിരുന്നു ടീം. നമ്മൾ നാണം കെട്ട വർഗങ്ങൾ. ഒരു പെങ്കൊച്ച് തനിച്ച്. ഇനി അടുത്ത അൻഷിയുടെ കല്യാണം. അതെ, അത് ഈ ജന്മം നടക്കാൻ പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഉടനെ എന്റെ വീടിന്റെ പാല് വെച്ച് എല്ലാവരും വിളിക്കാം. ഇൻഷാല്ലാ. മാഷാ അല്ലാ. ഇവള് ചുമ്മാ കാറ്റ്, ഫാനിന്റെ കാറ്റ് അടിക്കുന്ന അനുസരിച്ച് മുടിയൊക്കെ ഇട്ട് പ്രവർത്തനം കാണിക്കും കേട്ടോ. അതായത് അവളാണ് ഇപ്പൊ ഒരു മേക്ക് ഓവർ നടത്തിയിട്ടുള്ളത്. കാരണം മുടി മെലിയുന്നു, ലിപ്സ്റ്റിക് ഇട്ട് കണ്ണെഴുതി അല്ലെങ്കിൽ ചളുക്ക പോലത്തെ നടന്നുകൊണ്ടിരുന്നായിരുന്നു. ഇവള് ഇതിനെക്കാട്ടി ഡാർക്ക് ഇട്ട്. ഇവള് കാരണം ഞാൻ ഒരു ലിപ്സ്റ്റിക് മേടിച്ചു വെച്ചിട്ട് ഇടാനും വയ്യ കളയാനും വയ്യാതെ വെച്ചിരിക്കുന്ന ഒരു റെഡ്. എന്തായാലും നമ്മൾ ഇന്ന് കുറെ നാളുകൾക്ക് ശേഷം കണ്ട് നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവാണ്. എന്റെ വീട്ടിൽ ഇന്ന് ബീഫ് ബിരിയാണിയാണ്. അപ്പൊ ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇവള് ഡയറ്റ് ആയതുകൊണ്ട് ഒന്നും കഴിക്കില്ല. പക്ഷെ ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും. ഇന്ന് ഈ വീട്ടിൽ ഇവിടെ പെരുന്നാളിനുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും നമുക്ക് പയ്യെ കാണാം. അത് ഞാൻ വരുന്നത് വല്ലപ്പോഴും ആയതുകൊണ്ട് ഞാനിപ്പോ നാളെ തിരിച്ചു പോകും. ഇന്ന് വരുന്നത് രാത്രിയാ വന്നത്. അപ്പൊ എനിക്ക് എല്ലാവരെയും ഒന്ന് കാണുന്ന എന്റെ ഒരു സന്തോഷം. അതുകൊണ്ട് എല്ലാരും ഇപ്പൊ എന്തായാലും ഈ വീട്ടിലുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാരും വെക്കാൻ പറ്റില്ല. ആ റൂമിൽ വെച്ചാൽ അവിടുന്ന്
ചവിട്ടി ഇങ്ങോട്ടേക്ക്. ഹോളിൽ പോയാൽ അവിടുത്തെ ഉമ്മ ചവിട്ടി ഇങ്ങോട്ട് തരും. വെളിയിൽ പോയാലും അവിടെ കുറെ കുട്ടി കുട്ടി പടാസ് ഉണ്ട്. യെസ്, അങ്ങനെ ഇന്ന് ഞങ്ങൾ ചില്ല് ചെയ്യാൻ തീരുമാനിച്ചു. കണ്ണാടി ചില്ലിൽ വെച്ച് അടച്ചു വെക്കുന്ന എന്തൊരു ഇവള് പറയണത്. മോഷണം തുടങ്ങി. മോഷണം തുടങ്ങിയോടെ ഇവള്. ഗായ്സ് എന്റെ ബാഗ് അടിച്ചോണ്ട് പോകാനായിട്ട് നല്ല മണ്ടൻ മേടിക്കത്തുള്ളൂ. നിന്നെ പോലെ ബാഗ് ഒന്നും ഞാൻ മേടിക്കില്ല. ഇത് ഞാൻ മേടിച്ചത് പേര് പറയത്തില്ല, കാരണം പേര് പ്രൊമോഷൻ നല്ല ബാഗ്. കാശ് കൊടുത്ത് മേടിച്ചേ, കാശ് കൊടുത്ത് മാക്സില് പോയാൽ കിട്ടും. പക്ഷെ കൊള്ളാട്ടോ, നല്ല രസം. എനിക്കറിയത്തില്ല. അയ്യോ, എന്റെ കയ്യിൽ ഇതിന്റെ പൂച്ചയുണ്ട്, നീല. ഓക്കെ, ബൈ. ബാക്കി ഞങ്ങൾ സംസാരിക്കട്ടെ. ഇത് വ്ലോഗിൽ വരാൻ പറ്റുന്ന അല്ലാത്ത കണ്ടന്റ് ഞങ്ങൾ സംസാരിക്കും. നിങ്ങൾ ഞെട്ടും. ഇനി കുറച്ച് പരദൂഷണം, കുഞ്ഞായ്മ. അതായത് ഈ 2 മാസം കൊണ്ട് ഞങ്ങള് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ. 3 മാസമായി. അതിന്റെ ഇടയ്ക്ക് നമ്മൾ തിന്നാൻ 3 മാസത്തെ എന്തൊക്കെ കുശുമ്പും കുഞ്ഞായ്മ പരദൂഷണം. അവരത് ചെയ്തു, ഇവരിത് ചെയ്തു, മറ്റവരപ്പുറത്ത് പോയി, ഇവരിപ്പുറത്ത് നീ അത് ചെയ്തില്ലേ, ഞാൻ ഇത് ചെയ്തു, ഇവൾ അത് ചെയ്തു, ഇവൾ ഇത് ചെയ്തില്ല. ഇതെല്ലാം ഞങ്ങൾക്ക് പറയണം. ഇതൊക്കെ കിടക്കുന്നു ഞങ്ങൾക്ക്, അതുകൊണ്ട് അതൊന്നും വ്ലോഗിൽ ഇടാൻ പറ്റുന്നതല്ല. അത് വന്നാ അവര് വേറെ വ്ലോഗ് ഇടും. അൻഷിത പറഞ്ഞത് കേട്ടോ, നിങ്ങൾ ഞെട്ടു. മാൻവിയുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞു വരും. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു, നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ പോയി ശരിയട്ടെ. ബൈ. ഇന്ന് നമ്മുടെ വീട്ടിൽ മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണ്. അപ്പൊ മട്ടൻ അവള് കഴിക്കില്ല. മട്ടൻ അല്ല, ബീഫ്. സോറി. ഞാനാണെങ്കിൽ അമ്മച്ചിമാരെ കണക്ക് നെറ്റ് ഇട്ട് വീട്ടിൽ നടക്കുക. അല്ല, അച്ചാറിപ്പം നീ പറഞ്ഞോണ്ട് ഞാൻ വെച്ചു, അതുകൊണ്ട് വാ തുറന്നില്ല. കൊടുക്കണ്ടായിരുന്നു. എന്റെ പപ്പടം മോഷ്ടിച്ചു. പിന്നെ വലിയ ഡയറ്റ്, നിന്നെക്കാട്ടി ഡയറ്റ് എടുക്കുന്നവരാണോ ഉള്ളത്? തിന്ന് ഒരു നേരം ഒക്കത്തില്ല. ഇനി തിന്നിട്ട് വരല്ലേ പ്ലീസ്, ദയവ് ചെയ്ത്. ഞാൻ കഴിച്ചോട്ടെ പ്ലീസ്, പ്ലീസ്. ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അങ്ങനെ ഫുഡ് വേറെ നിറച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. ഇതേ ഫോട്ടോഷൂട്ട് പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അൻസിലിക്കാണ് ഞങ്ങളുടെ എപ്പോഴും ഫോട്ടോസ് നല്ലത് എടുത്ത് തരിക കേട്ടോ. ഇതാണ് ഇവിടുത്തെ കുട്ടിപ്പട്ടാളംസ്. എല്ലാവരും ഞങ്ങൾ വീട്ടിൽ നിറച്ച ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പയ്യെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങി. തിരിച്ച് നമ്മൾ പോണ വഴിയാണ്, ലുലുവിലേക്ക് പോണ വഴിയാണ്. പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇവരെല്ലാം ലുലു പോകുന്ന വഴി ആയതുകൊണ്ട് ഒരു കടയിൽ കയറി. ഗുലാമി പറഞ്ഞു ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ കയറി എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. കാലിലിടാനുള്ള ആംഗ്ലറ്റ്, നെക്ക് ചെയിന്, ബ്രേസ്ലെറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാവരും വാങ്ങിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് കുറേ സമയം എടുത്തു. കാരണം ഇത് ഫുൾ പെൺ പടയായിരുന്നു ഇവിടെ നിറച്ച്, ഈ ഷോപ്പ് നിറച്ച്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴായിരുന്നു റോഡ് നിറച്ച് നമ്മൾ ആൾക്കാർ തന്നെയായിരുന്നു. ആ കടയിലുള്ള അത്രയും ആൾക്കാർ നമ്മളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കട കാലിയായി. അങ്ങനെ നമ്മൾ ഇന്ന് രാത്രിയായി സമയം. ഇപ്പോൾ ആക്ച്വലി നമ്മൾ തെണ്ടിത്തിരിയിലും ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കണ്ടുമുട്ടി. ആക്ച്വലി എനിക്ക് ഇതിൻ്റെ വോയിസ് ഇടാൻ പറ്റിയില്ല, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് നടക്കുന്നുള്ളതുകൊണ്ട് വെറുതെ കോപ്പിറൈറ്റ് മേടിക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഗുലാമിയായിരുന്നു ഇറങ്ങി വരാൻ ഏറ്റവും താമസം. അങ്ങനെ ഗുലാമിനെ ഇറക്കി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഇവർ നേരെ ലുലുവിലേക്ക് പോകും, ഞാൻ ഇവിടെ നേരെ വീട്ടിലേക്ക് പോകും. സോ ഇതാണ് ഇവിടുത്തെ കുട്ടിപ്പട്ടാളംസ്. ഇതെല്ലാം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് us. ലവ് യു ഓൾ.